വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും അല്ല, കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, അത് വേണോ? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേറൊന്നുമല്ല, എൻ്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറേ ആയി ഞാൻ കമൻസ് ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അത് വേണോ? കാരണം ഞാൻ ഒരു വീഡിയോയിൽ എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഞാൻ ഇത്തവണ പോയപ്പോൾ വരുമ്പോൾ എൻ്റെ കുറേ ഡ്രസ്സ് നാട്ടിലുണ്ട്, അതേപോലെ എടുക്കണം. പുതിയത് തന്നെ ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ച കുറേ ഡ്രസ്സ് അവിടെ ഉണ്ട്, അത് തന്നെ എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചോദിച്ചല്ലേ, അപ്പോൾ നമ്മളത് കാണാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെയൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഉള്ളത് അങ്ങോട്ട് കാണിക്കാം. അപ്പോൾ അതാ എൻ്റെ ഈ രണ്ട് സൈഡിലിരിക്കുന്ന ഡ്രസ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഡ്രസ്സും സൽവാറും കുർത്തീസും അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ടോപ്പ്, അതായത് ഷോർട്ട് ടോപ്സും അങ്ങനത്തെ ജീൻസിൻ്റെ കൂടെ ഇടുന്ന അങ്ങനത്തെ ടോപ്പുകളും പാൻസ് അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് ഇതേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അയ്യോ, പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കണം. ഓണമൊക്കെ അല്ലേ വരുന്നത്, ഓണക്കോടിയൊക്കെ എടുക്കണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണല്ലോ, അതായത് പുത്തനോണം എന്ന് പറയും. അപ്പോൾ ഇപ്രാവശ്യം ഓണക്കോടിയൊക്കെ എടുക്കണം. നിങ്ങളൊക്കെ എടുത്തോ? അപ്പം ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്തവണ ഇവിടുന്നായിരിക്കും. ഖത്തറിലെ ഓണമാണ് ഇത്തവണ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഞാൻ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് തുടങ്ങണോ? മുണ്ടൊക്കെ കണ്ടു നോക്കിയാലോ? ഓക്കെ, ഞാൻ ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഈ ടോപ്പിലുള്ളത് ഈ ഒരു വയലറ്റ് കളർ, ഇതൊരു സൽവാറാണ് കേട്ടോ. ഇത് ഞാൻ ആകെ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്, ഒരു വട്ടേ ഇട്ടിട്ടുള്ളൂ. ഇതെൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതാണെങ്കിൽ ഞാൻ ഇടാം. അതായത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഞാൻ ഇട്ട് തരാം. അല്ല, എനിക്ക് ഇതിലിപ്പോൾ ഞാൻ അധികം പുറത്തുനിന്ന് വാങ്ങിച്ച് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു സൽവാറാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോസിലല്ല, ഒരു വട്ടം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു കളർ. എനിക്ക് വയലറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഡാർക്ക് വയലറ്റ് ആണോ? സത്യം പറഞ്ഞാൽ ഈ കളർ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം. ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാം. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇത് അതല്ലേ എന്നുള്ളത്. ഇത് വയലറ്റ് അല്ലേ? ഇതൊരു ഡാർക്ക് വയലറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ വർക്ക്, ഇതിൻ്റെ ഇവിടെ നല്ല വർക്ക് വരുന്നുണ്ട്. ത്രെഡ് വർക്കാണ് കേട്ടോ ഇത്. ഇവിടെ ഫുള്ളും വരുന്നത് ത്രെഡ് വർക്കാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഷോള് ഓർഗൻസ മെറ്റീരിയലിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു മെറ്റീരിയലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ ഷോൾ കേട്ടോ, ഷോൾ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ പ്രിൻറ്റും നല്ല എന്താ പറയുക, ഫ്ലോറൽ പ്രിൻസ് വരുന്ന നല്ല ഷോളാണ്. ബട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒതുങ്ങി നിൽക്കത്തില്ല, അതാണ് പ്രശ്നം. ഇങ്ങനെ എപ്പോഴും ഇത് ഇങ്ങനെ കയറ്റാണെങ്കിൽ സമയം ഉണ്ടാവും, ഇങ്ങനെ ഊരി കളിക്കും. അപ്പോൾ ബട്ട് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പർ. പിന്നെ ഇതിൻ്റെ പാൻറ് ഒരു സാധാ സിമ്പിൾ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. എൻ്റെ അടുത്ത് സൽവാർ കുറവാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് ഞാനൊന്നും എടുത്തിട്ടില്ല സൽവാറൊന്നും, എന്തിനാ വെറുതെ. പിന്നെതാ വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെനിക്ക് അശ്വി വാങ്ങിച്ചു തന്നെയാണ്, കല്യാണത്തിൻ്റെ മുമ്പ് വാങ്ങിച്ചു തന്നെയാണ്. കല്യാണത്തിൻ്റെ കുറേ മുമ്പ് വാങ്ങിച്ചു തന്നെയാണ്. പക്ഷെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊരു അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുത്തു. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടായത്, ഞാൻ ഒരു ഡാൻസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ്. ഇവിടെ തന്നെയാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത്. ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു അനാർക്കലി ടൈപ്പാണ്. ഓപ്പൺ ഇല്ലാത്ത, സൈഡ് ഓപ്പൺ ഇല്ല, നല്ല അനാർക്കലി അല്ല, നമ്മുടെ ഈ കട്ടില്ലേ എന്തായിരുന്നു ഞാൻ പറയുക, അംബ്രല കട്ടാണെന്ന് തോന്നുന്നു. അംബ്രല കട്ടിൽ വരുന്നൊരു ഒരു സൽവാർ ടൈപ്പ് ഒരു സംഭവമാണ്. ഇതിന് പാൻറ്റില്ല, ബട്ട് ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ, ഈ നമ്മുടെ കുഞ്ഞ് മെലിഞ്ഞ സ്ലീവാണ്.
സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇതിനൊരു പാൻറ്റില്ല, ഇതിനൊരു ഷോളാണ് വരുന്നത്. ഷോളിന് സൈഡിൽ കൂടെ ഒരു ലേസ് ഉണ്ട്. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിവർത്തുന്നില്ല, ഞാൻ തന്നെ മടക്കി വെക്കണമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇതിനൊരു ലേസ് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പാൻറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഫുൾ ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കുറച്ചതാണ് കേട്ടോ, കാരണം ഇത് നിലത്തൂടെ വലിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചു. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സിലേക്ക് പോവാം. അടുത്തത് ഒരു ഡ്രസ്സാണ്, ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഈ ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചേച്ചി വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിലോ അശ്വിൻ്റെ ചേച്ചി വാങ്ങിച്ചു തന്നെയാണ്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചേച്ചിയും ഒക്കെ കൂടിയിട്ട് ഒരു ബ്രൈഡ് ടു ബി തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം അവരത്രയും എഫേർട്ട് എടുത്തിട്ടാണ് എനിക്കത് പെട്ടെന്നൊരു പെട്ടെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, പെട്ടെന്ന് തീരുമാനിച്ച് അറേഞ്ച് ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ അവർ തന്നെ എനിക്ക് എടുത്തു തരും, ഞാൻ പറയാതെ തന്നെ. ബട്ട് അതെനിക്ക് ഇടാൻ പറ്റിയില്ല. എനിക്ക് ഇടണമെന്ന് ഇപ്പോഴും എനിക്കത് ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ചിലപ്പോൾ ഞാനത് ഇടും. ബട്ട് ഒരുപാട് പേർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ആയല്ലോ, എന്നിട്ടാണോ ബ്രൈഡ് ടു ബി ഇടുന്നത്, ആ ഒരു തോട്ട് വരും. നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താ പറയുക, എനിക്ക് ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇട്ടിട്ടാണെങ്കിലും എനിക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് തടിയൊക്കെ തോന്നുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇവിടെ കുറച്ചിങ്ങനെ ബലൂൺ ടൈപ്പായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാരണം കുറച്ച് തടിയൊക്കെ തോന്നും. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. അപ്പം ഞാൻ ഈ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏതെന്നല്ല, പലർക്കും പല സെലക്ഷൻസും, അതായത് പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, പല ടൈപ്പ്. ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ ഡ്രസ്സുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ചിലതെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതാ ഇഷ്ടമായെന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ഇതാകെ ചുളിഞ്ഞ് നാശമായി കിടക്കുകയാണ് കേട്ടോ. ഇത് ഇത്തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അവിടെ ഒരു പ്രോഗ്രാമിന് ഒരു ലൈറ്റ് ബ്ലൂ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ആകെ ചുളിഞ്ഞ് നാശമായി കിടക്കുക. അയ്യോ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടിയിലൊക്കെ വെച്ച് പിന്നെ ഞാൻ ഇത് എടുത്തിട്ടേ ഇല്ല, അങ്ങനെ മടക്കി വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് ആകെ ചുളിഞ്ഞ് കിടക്കുകയാണ്. ഇതൊരു കോളറൊക്കെ വരുന്നൊരു ഇതിന് വേണമെങ്കിൽ നമുക്ക് പാൻറ്റ് യൂസ് ചെയ്യാം. പക്ഷെ പാൻറ്റ് അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ഡ്രസ്സാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫ്രിൽസൊക്കെ വന്നിട്ട് കണ്ടില്ല, അടിയിൽ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു കട്ടിങ് ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. കോളറാണ്. എനിക്ക് കോളർ വരുന്ന ഇങ്ങനത്തെ ഡ്രസ്സിനോട് വലിയ താല്പര്യമില്ല. ബട്ട് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയും എന്നേരം പറഞ്ഞു ഇട്ടപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കളർ ലൈറ്റ് ബ്ലൂ കളറ് എനിക്ക് നന്നായിട്ട് മാച്ചാവും. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയാണ്. അങ്ങനെയല്ല, ചില കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവില്ല, ഇതെനിക്ക് നല്ല രസമുണ്ട്. അങ്ങനെ എനിക്ക് ഈ ലൈറ്റ് ബ്ലൂ എനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നിയെന്ന് വരില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഡ്രസ്സാണ്. ഇവിടെ കിടക്കട്ടെ. ഈശ്വര, ഇതെല്ലാം ഞാൻ മടക്കി വെക്കണ്ടേ. പിന്നെ ഇതും എനിക്ക് ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചി വാങ്ങിത്തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഫുൾ ലെങ്ത്തിൽ വരുന്നൊരു ഡ്രസ്സാണ്. ഫുൾ ലെങ്ത്തിൽ വരുന്ന, ഇതിന് പാൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, കാണില്ല. ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിന് മടിയിൽ ഇങ്ങനെ ഫ്രിൽസൊക്കെ വന്നിട്ടാണ്. എനിക്ക് ഈ ഫ്രിൽസ് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്, ഈ ഫ്രീ ടൈപ്പ് സ്ലീവ് വരുന്നതും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ലോക്കറ്റ് പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു സാധാ പിങ്കല്ല, ഈ പിങ്കല്ലല്ലോ, അല്ല, ഒരു വെറൈറ്റി പിങ്കാണ്. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ്. പിന്നെ ഇതൊരു മോഡലാണ് കേട്ടോ. അതായത്
അതായത് ഉത്തമ, ഈ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു എക്സ്ട്രാ ലെയർ വരുന്നുണ്ട്, ഇതിനടിയിലൊരു ലെയർ വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇതും ഇട്ടിട്ട് എനിക്ക് നല്ല തടി തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കതാണല്ലോ വേണ്ടത്. അപ്പോൾ അത് എന്നെ ചേച്ചി കാണിച്ചു തന്നെയാണ്. ചൂടെടുക്കുന്നു. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഒരു 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 അനാർക്കലി ടൈപ്പ് ഡ്രസ്സാണ്. ബട്ട് ഇതിന് ഷോളോ പാൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി എടുത്തായിരുന്നു. അതായത് തലേ ദിവസം ഇടാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പോയി, അതായത് എനിക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസമോ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പേ എങ്ങനെയാണ് ഈ ഡ്രസ്സ് പോയി എടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മീ നടന്ന് അവസാനം എന്തോ ഭാഗ്യത്തിനാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കണ്ടോ, സ്ലീവ് ആക്ച്വലി ഇതിന് ഇവിടെ ഓപ്പൺ ആയിരുന്നു. ഇതിങ്ങനെ കെട്ടുന്നതാണ് കേട്ടോ, ഇവിടെ നമ്മൾ ഷോൾഡറിൽ ഇങ്ങനെ കെട്ടുന്നതാണ്. ബട്ട് ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇവിടെ ഒരു അടിപ്പ് കൊടുത്തു, അതായത് ഇവിടെ സ്റ്റിച്ച് ചെയ്തു. കാരണം ഞാൻ നമുക്ക് പറഞ്ഞോടാ, നമുക്ക് ഈ പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങ് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വലിച്ചാൽ മതി, ഇതപ്പടെ പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്, നല്ല പൂമ്പാറ്റ പോലെ ഇങ്ങനെ 2 സൈഡോടൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ ഇവിടെ നല്ലൊരു വർക്ക് വരുന്നുണ്ട്, നല്ല സീക്വൻസും. പിന്നെ എന്ത് അതിന് പറയുക, പഞ്ചാരമുത്തോ അങ്ങനെന്തോ പറയില്ലേ ഈ വർക്ക് ചെയ്യുന്ന, എനിക്കറിയില്ല. അങ്ങനെ വർക്ക് വരുന്നുണ്ട്, നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഒരു അനാർക്കലി ടൈപ്പ് ഇങ്ങനെ കട്ടിങ് വന്നിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ കട്ട് പീസ് വെച്ചിട്ടുള്ള ഇതാണ്. പിന്നെ അടിയിലും ലേസ് വർക്ക് വരുന്നുണ്ട്, ഒരു ചെറിയൊരു ബോർഡർ പോലെ ലേസ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനൊരു ഡ്രസ്സ്, ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊക്കെ ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കാണിച്ച ഡ്രസ്സെല്ലാം ഞാൻ ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം. ഇവിടെ കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതൊരു സിമ്പിൾ ഒരു സാധാ ഷിഫോൺ മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്നറിയോ, ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു പേജിൽ നിന്ന് കിട്ടിയതാണ്, ഫ്രീ ആയിട്ടല്ല. എന്തായിരുന്നു സംഭവം, എന്തൊരു ഓഫറിൽ കിട്ടിയതാണ്, ഫ്രീ അല്ല, എന്തോ ചെറിയൊരു ചില്ലറ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ ഇവിടം വരെ ലൈനിങ് ഉണ്ട്, താഴോട്ടേക്ക് ലൈനിങ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ സാധാ ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ഞാൻ ഇടോന്ന് തന്നെ എനിക്കറിയില്ല. ഇത് വെറുതെ ഒന്ന് കൊടുത്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓറഞ്ച് അല്ല, ഇതിന് കനകാംബര കളറാണോ അറിയില്ല, ഒരു ലൈറ്റ് ഓറഞ്ച്. എന്നാൽ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ ലൈറ്റ് ബ്ലൂവിനെ പറ്റി പറഞ്ഞതുപോലെ ഈ ഒരു കളർ എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവും എന്ന് ഞാൻ പറയുന്നു, എല്ലാവരും പറയുമെന്ന് എനിക്കറിയില്ല. ഇതൊരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ. സിമ്പിളാണ് ബട്ട് ഹമ്പിളാണ്. അതായത് നല്ല ക്ലോത്താണ് കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല കട്ടിയിലെ കണ്ണൂരല്ല, നല്ല കട്ടിയിലെ ക്ലോത്താണ്. അതേപോലെ ഇവിടെ ഈ ഓപ്പൺ ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട്. സിമ്പിളാണ്. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് കോളർ വർക്കിലാണ്. പിന്നെന്താ ഇവിടെ ബാക്കിൽ ഇതൊന്നും ആരും കാണില്ല. ഇവിടെ ഇങ്ങനെ ഒരു വർക്കൊക്കെ ഉണ്ട്. ഇതൊന്നും ആരും കാണില്ല, കാരണം ഞാൻ ഏത് സമയം മുടി അടിച്ചിട്ടിട്ടാണ് ഉണ്ടാവാറ്. പിന്നെ കെട്ടിവെക്കണം. ഒരു സിമ്പിൾ കുർത്തിയാണ്, ബട്ട് ഇത് ഇട്ടാൽ നല്ല എന്താ പറയുക, നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. ആ ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണിത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, പക്ഷെ ഇട്ടാൽ നല്ല രസമാണ്. ഇത് ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ഇതും കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചാണ്. ഇതെനിക്ക് ഇവിടെ നിന്ന് ഇവർ വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ യെസ്, ഇത് ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇതെനിക്കിപ്പോൾ അന്ന് ഞാൻ കല്യാണത്തിൻ്റെ മുമ്പ് ഇത് ഞാൻ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തിരുന്നു, ആൾട്രേഷൻ ചെയ്തിരുന്നു. കാരണം ഇത് ഞാൻ വീഡിയോ ആണ് എടുത്തത്, കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ അത് ഞാൻ ആൾട്രേഷൻ ചെയ്തു. ഇപ്പോൾ അത് ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ പറ്റുന്നില്ല.
അങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രസ്സ്. ഈ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെക്ഷനിലോട്ട് പോകാം. ഇവിടെ അത്ര ഡ്രസ്സ് ഒരുപാടൊന്നുമില്ല, കുറച്ച്, എല്ലാം കൂടെ കുറച്ചേ ഉള്ളൂ, പാവം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു വട്ടം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ കാവ്യയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. കാവ്യനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, യൂട്യൂബിലുള്ള ഇപ്പം അല്ല, അവൾ സ്റ്റോർ തുടങ്ങിയിട്ട് കുറച്ചായി, വിക ഫാഷൻ സ്റ്റോർ എന്നാണ് പേര്. ആ ഒരു പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണിത്. എന്താ ഈ ഒരു മെറ്റീരിയൽ, ഇതിനെന്തായിരുന്നു പറയുക, അജ്രക്കല്ലേ ഇത്. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ട് അപ്പം അത് ഇഷ്ടപ്പെട്ടിട്ട് അപ്പം തന്നെ ഞാൻ പറയുമായിരുന്നു എനിക്കിതിൽ വേണമെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിൽസ് വെച്ചിട്ടാണ്. ഇതൊക്കെ ഇത് ഞാൻ ഇങ്ങനെ വേണമെന്ന് ഞാൻ അവളടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ അതേപടി എനിക്ക് ചെയ്തു തന്നു. എന്തായാലും അടിപൊളിയാണ്, എനിക്കിത് പെർഫെക്റ്റ് ആണ് കേട്ടോ, ഫിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട്, ബാക്കോട്ട് നമുക്ക് വേണം ഫിറ്റ് വയ്ക്കാം. ഒരു ഫ്രോക്ക് ടൈപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ, ഇടണം, സമയമുണ്ടല്ലോ. പിന്നെ ഇതൊരു ഡ്രസ്സാണ്. ഇതും എനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്നെയാണ്. ചേച്ചി ഇവിടെ ഷീൻ്റെ ചേച്ചി കേട്ടോ, എൻ്റെ സിസ്റ്ററിലോ വാങ്ങിച്ചു തന്നെയാണ്, എൻ്റെ നാത്തൂൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വിഷുവിന് എടുത്തു തന്നെ കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവിന് വാങ്ങിച്ചു തന്ന ഒരു ഡ്രസ്സാണ്. ഇതൊരു ഫ്രോക്കാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണൊക്കെ ഇങ്ങനെ ഫുൾ ഈ സെൻറ്ററിൽ കൂടെ ഫുൾ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഫ്രണ്ടിൽ സെൻട്രലായിട്ട് ഓപ്പൺ ആണ്, താഴത്ത് പിന്നെ പഫ് സ്ലീവാണ്. ഇതും ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. എല്ലാം ഒരു വട്ടം ഇട്ട ഡ്രസ്സാണ് കേട്ടോ, എല്ലാം അല്ല, ചിലതൊക്കെ ഇതിപ്പോൾ ഇട്ടിട്ടില്ല. ഇത് ഞാൻ ഇട്ടാണ് കേട്ടോ. ഇത് ഞാൻ 2 വട്ടം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് വാങ്ങിച്ചൊരു ഡ്രസ്സായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മിഡി ഡ്രസ്സാണ്. എനിക്കിത് നീ ലെങ്ത് വരെ ഒപ്പിക്കാം. ഇതിനും പഫ് സ്ലീവാണ്. ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. ഞാനൊരു റിസപ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. ബട്ട് ഓവറല്ല, സിമ്പിളാണ്, ഓവറല്ല. ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം. ഭയങ്കര ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ ഇടുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ കേട്ടോ. ഇനി ഭാവിയിൽ അങ്ങനെ താല്പര്യമാവോ എന്നറിയില്ല. ഞാനിപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് എപ്പോഴെങ്കിലും ഇട്ടാൽ നിങ്ങൾക്ക് ചോദിക്കരുത്. പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പോർഷനായിട്ട് എലാസ്റ്റിക്കൊക്കെ വരുന്നൊരു സിമ്പിൾ ഫ്രോക്കാണ്, മിനി ഡ്രസ്സാണ്. ഇതിങ്ങനെ ഒന്നുകൂടി വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മടക്കി വെക്കണ്ടേ ഭഗവാനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഇതും ഞാനിപ്പോൾ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ആജിയോന്ന് വാങ്ങിച്ചതാണ്. ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളതും ഒക്കെ ഞാൻ മുമ്പിലിട്ട ഡേ ഇൻ മൈ ലൈഫിലാണെന്നു. ലാസ്റ്റ് ഞാനിട്ട ഡേ ഇൻ മൈ ലൈഫിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇട്ടിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഇതും ഒരു മിഡി ഡ്രസ്സാണ്, ആജിയോന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 699 ആയിരുന്നു തോന്നുന്നു, ഓർ 599, 699 ആയിരുന്നു തോന്നുന്നു. ഇത് എനിക്ക് നീ ലെങ്ത് വരെ ഒപ്പിക്കാം. നീ കുറച്ച് മേലോട്ടായിരിക്കും. പിന്നെ ഇതിന് ഫുൾ സ്ലീവാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു പഫിൽ വരുന്ന ഫുൾ സ്ലീവാണ്. ഇവിടെ എലാസ്റ്റിക്കാണ്. പിന്നെ നെക്കിലും എലാസ്റ്റിക്കാണ്. പിന്നെ ഇവിടെ നെക്കിൻ്റെ ഇവിടെ നല്ല വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ. വൈഡാണ്, അത്യാവശ്യം ഡീപ്പും ആണ്. അത്യാവശ്യം ഓവറല്ല, ബോറില്ലാത്ത വിധത്തിലുള്ള ഡീപ്പാണ്. പിന്നെ ബാക്കിൽ നല്ല ഡീപ്പാണ് കേട്ടോ. നല്ല ഡീപ്പ് മീൻസ് ബാക്കിലും അത്രയില്ല. ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം, അല്ലെങ്കിൽ നോക്കട്ടെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഇവിടെ
ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടും നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇവിടെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ ഈ പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സീത്രൂ ആണ്. ഇതിൻ്റെ മെറ്റീരിയലിന് തീരെ കട്ടിയില്ല, ഭയങ്കര സീത്രൂ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ഒന്നും ഇടാതെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും സീത്രൂ ആണ്. അല്ലാതെ ഇപ്പം നമ്മളെന്തായാലും എന്തെങ്കിലും ഉള്ളിൽ ഒരു ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് ഇടുള്ളൂ. എന്നാലും ഞാൻ പറയുകയാണ്, ഇത്രയും കട്ടി കുറവായിരിക്കും ഞാൻ ഓർത്തില്ല. പിന്നെ ഇതാ ഇതും ഞാൻ അജിന്ന് വാങ്ങിച്ചു, ഇതും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള ഷോർട്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിത് കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴത്ത് 2 സൈഡിലും ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം എനിക്ക് ഫുൾ ലെങ്ത് ഇല്ല, ഫുള്ളിൻ്റെ കുറച്ച് മേലോട്ട്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. കൈയൊക്കെ ഭയങ്കര ഇവിടെ വരിക ഉണ്ടാവും, ഭയങ്കര വണ്ണമുള്ളതാണ്. അപ്പോൾ ഇതിന് 599 ആയിരുന്നു തോന്നുന്നു. ബട്ട് ഇത് നല്ലതാണ് കേട്ടോ, ഇത് നല്ല കട്ടിയൊക്കെ ഉണ്ട്, ക്ലോത്ത് നല്ല ക്ലോത്താണ്. പിന്നെന്താ പിന്നെ ഇതിനെപ്പറ്റി എന്താ പറയുക, ഇതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്നുള്ളത്, ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോയെ. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അയ്യോ ഞാൻ ക്ഷീണിച്ചു. ഇനി ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ഇതും ഒരു ഫിറ്റായി നിൽക്കുക, അതായത് നമ്മുടെ ബോഡി ഫിറ്റിൽ നിൽക്കുന്ന ടൈപ്പ് ഡ്രസ്സ് ഉണ്ടാവില്ലേ. ഇത് നീ ലെങ്ത് അല്ല, അതിനെയും കുറച്ചുകൂടെ താഴോട്ട് വരും തോന്നുന്നു. ഇതും എനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്നാണ് കേട്ടോ. ചേച്ചി എൻ്റെ സിസ്റ്ററിൻ്റെ അശീൻ്റെ ചേച്ചി വാങ്ങിച്ചു തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അല്ല, അതായത് ഇപ്പം കഴിഞ്ഞ ബർത്ത്ഡേ എല്ലാം കൺഫ്യൂഷനായി മാച്ച് കാണാം. അതായത് 2023 എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഇടാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല എന്നല്ല, എനിക്ക് ഇത് ഫിറ്റ് അല്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ ഒരു ബോഡി ഫിറ്റിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ ഒരു ടൈപ്പാണ്. ബട്ട് ഞാൻ ഇട്ട സമയത്ത്, ഞാൻ ഇതിട്ട് നോക്കിയ സമയത്തൊക്കെ ഇത് ഏത് ടൈപ്പ് ഡ്രസ്സാണെന്ന് കണ്ടാൽ മനസ്സിലാത്ത രീതിയിലായിരുന്നു. കാരണം ഞാൻ മെലിഞ്ഞിരിക്കുന്ന സമയത്ത്, ആ ഒരു സമയത്താണ് ഇതെനിക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, പിന്നെ ഇത് ഞാൻ ചെറുതാക്കാനായിട്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇല്ല. ഇത് എന്താ പറയുക, അതൊരു ബനിയൻ ക്ലോത്ത് ആണോ അല്ല, എന്തോ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ആ ഒരു ഇതില്ലായിരുന്നു കേട്ടോ. ഞാൻ ചെറുതാക്കുന്നില്ല, അൾട്രേഷൻ ചെയ്യുന്നില്ല, ഞാൻ തടിച്ചിട്ട് ഞാനിതിട്ടു, ആ ഒരു വാശിയിലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു പറ്റുമായിരിക്കും, പറ്റേണ്ടതാണ്. എന്തായാലും ഒന്ന് ഇട്ട് നോക്കണം. കണ്ടോ, എൻ്റെ വക ഞാനൊന്ന് ചെറുതായിട്ട് ആൾട്രേഷൻ ചെയ്യാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഇവിടെ നൂലൊക്കെ കാണുന്നുണ്ടോ? ബട്ട് നടന്നില്ല, ശരിയായില്ല, ഞാൻ ചെയ്തിട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടു. ആൾട്രേഷൻ ചെയ്യേണ്ട, ഞാൻ തടിച്ചിട്ടിടുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ, ഈ ഒരു ഡ്രസ്സ്, ഇത് ആക്ച്വലി ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു ടോപ്പാണിത്. ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു ക്രോപ്പ് ടോപ്പാണ്. കണ്ടില്ല, അത്യാവശ്യം നല്ല ക്രോപ്പാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പഫാണ്, അതായത് ഇങ്ങനെ ഒരു ഡബിൾ ലെയറിൽ വരുന്ന പഫാണ്. ഇതിടുമ്പോൾ അത്യാവശ്യം തടി തോന്നുള്ളൂ. ഈ ഒരു പഫ് സ്ലീവ്, ഇങ്ങനത്തെ സ്ലീവ് ആകുമ്പോൾ നമുക്ക് തടിയില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഇടുമ്പോൾ നല്ല തടി തോന്നും. ഇവിടുത്തെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഇത് കണ്ടില്ലേ, ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെ ടാഗും ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഇതിൻ്റെയോ ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ടാഗ് ഇല്ല, ടാഗ് പൊട്ടിച്ചിട്ടില്ല.
അപ്പോൾ ഇതിനെ പറ്റി, ഇതും ഒരു ഫ്രണ്ടിൽ എലാസ്റ്റിക്കാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇതൊരു ഏരിയ എലാസ്റ്റിക്കാണ്, വലിയും നന്നായിട്ട് വരും. അപ്പം ഞാൻ എടുത്തത് സ്മോൾ സൈസാണ്, ഒരു ക്രോപ്പ് ടോപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്കേർട്ടും. അതിൻ്റെ കൂടെ ഉള്ളതല്ല, ഇത് സെപ്പറേറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ടിന് എവിടെയായിരുന്നു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ചെറിയ എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ, ഞാൻ ടോപ്പ് സ്മോൾ ആണല്ലോ എടുത്തത്. സ്കേർട്ട് എടുക്കാൻ പോയപ്പോഴാണെങ്കിൽ സ്മോൾ സൈസ് ഇല്ല, എക്സസ് ആണുള്ളത്, അതായത് എക്സ്ട്രാ സ്മോൾ ആണുള്ളത്. അത് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ഫിറ്റ്, അതായത് ഒപ്പിച്ച് നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കി ഇറക്കി നമ്മൾ വരണിയിട്ടതുപോലെ എന്നൊക്കെ പറയില്ല, അതുപോലെ ടൈറ്റിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ അതെടുത്താൽ ഞാൻ എടുക്കാതിരുന്നെന്തോ ഭാഗ്യം. ഞാൻ അതെടുത്താലോ വിചാരിച്ചിരുന്നു, എടുക്കാതിരുന്നെന്തോ ഭാഗ്യം. കാരണം ഇപ്പം അതിലൊക്കെ കുറച്ചുകൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും എനിക്കത് പറ്റൂലായിരുന്നു എടുത്തിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ മീഡിയാണ് എടുത്തത്. മീഡിയ എടുത്തിട്ട് അമ്മ കാരണം എൻ്റെ അടുത്ത് കുഴപ്പമില്ല മീഡിയ എടുത്തോ, എന്നിട്ട് നമുക്ക് എവിടെയോ ആയിട്ട് ടക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ലൂസേ ഉള്ളൂ, അത്യാവശ്യം കുറച്ച് ലൂസേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് 2 ടക്ക് ഇട്ട് കൊടുത്താൽ ശരിയായിക്കോളും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു. ഏത് ടക്ക്, എവിടത്തെ ടക്ക്, അതിനൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ എടുത്തിട്ട് ഇങ്ങ് പോന്നു. അതാണെങ്കിൽ മറന്നും പോയി ആ തിരക്കിൽ. ഇവിടെ എത്തി ഞാൻ അശിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അയ്യോ ടക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇട്ടില്ലല്ലോ. ഇട്ട് നോക്കിയപ്പോൾ ലൂസായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ടാവണം. എങ്ങനെയെങ്കിലും ഇത് ഇടണം. ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതും ഫുൾ ലെങ്ത് ഇല്ല, ഇതിൻ്റെ കുറച്ചുകൂടെ താഴോട്ടുണ്ടാവും. പിന്നെ സൈഡിലൊരു സ്ലിറ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല രസമാണ്, സ്റ്റൈലായിട്ട് പോകാൻ നമുക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര മോഡേൺ ആയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ട്രഡീഷണലായിട്ട് സൽവാറും സാരിയൊക്കെ ഇടാനും രണ്ടും ഇഷ്ടമാണ്. ഒക്കേഷണലി മാറി മറിയും എൻ്റെത്. അതായത് ഞാൻ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഡ്രസ്സ് ചെയ്യാറ്, അങ്ങനെയാണ് ഇഷ്ടം. അതായത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, ഇപ്പോൾ ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്യും. സിമ്പിളായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്കാണെങ്കിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെന്താ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡ്രസ് കളക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാടൊന്നുമില്ല, നിങ്ങൾ വിചാരിച്ച അത്രയൊന്നും ഉണ്ടാവില്ല. എനിക്ക് വാങ്ങണം, ഡ്രസ്സൊക്കെ വാങ്ങണം. അപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഒരുപാട് നാളെ എന്ന് വെച്ചിരുന്ന് അതങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുത്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഓണത്തിൻ്റെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ബട്ട് എനിക്ക് എൻ്റെ അമ്മ ഒരു സാരി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഒരു സാരിയല്ല, ഒരു വേഷ്ടി മുണ്ടും എന്നല്ലേ പറയുക, സെറ്റ് മുണ്ടെന്ന് പറയാമോ, സെറ്റ് മുണ്ടും കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആകെ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഓണത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിപ്പോഴേ ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് ഞാൻ ഇന്നെടുക്കും. അതുകൊണ്ടാണ് ഓണത്തിൻ്റെ അന്നല്ല, ഓണം അടുത്ത് വരും, കുറച്ചും കൂടെ അടുത്ത് വരുമ്പോൾ എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതെന്തായാലും വെയിറ്റ് ആൻഡ് സീ. ഇപ്പം കണ്ടില്ലേ ഈ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ. ഇതിലിപ്പം ഞാൻ ഏത് വെച്ചിട്ടാണ് ഓണത്തിൻ്റെ വീഡിയോ എടുക്കേണ്ടത്? എനിക്ക് ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, വേറെ ഒരു വഴിയില്ലെങ്കിൽ ഞാൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് എടുക്കും. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ്. അപ്പോൾ ഞാൻ കൂടുതൽ ചളി പറഞ്ഞ് ചളമാക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഇങ്ങനെ പറയുക കേട്ടോ, എന്ത് വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാം. വീഡിയോ എല്ലാവരും കാണുക, മുഴുവനായിട്ടും കാണുക. പിന്നെന്താ അത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു സംഭവം ഞാനങ്ങനെ പറയാറില്ല ഇപ്പം. എന്തിനാ, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ
സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അല്ലാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ആരും ചെയ്യാൻ പോകുന്നില്ല. ആർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡയലോഗ് ഇപ്പം അങ്ങനെ പറയുന്നത് കുറവാണ്, കുറച്ച് കൊണ്ടുവരണം. ഇത് ചില സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കയറി വരും, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.